ഹായ് ഗൈസ്, നമസ്കാരം. വളരെ നിർണായകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തലും അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വഴിമാറിപ്പോകുന്നൊരു കാര്യവും ചില തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അത് ഷൈനിയും അവരുടെ ആ രണ്ട് മക്കളും കൂടെ ചേർന്നുകൊണ്ട് ആ റെയിൽവേ ട്രാക്കിൽ കയറി നിന്നുകൊണ്ട് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണത്തിൽ നമ്മൾ കരുതിയതിനപ്പുറം ഈ കാര്യത്തിന് മറ്റൊരു വശം കൈവന്നിരിക്കുകയാണ്. അതിനകത്ത് ആ പെൺകുട്ടിയുടെ അഥവാ ഈ ഷൈനി കുര്യാക്കോസ് എന്ന് പറയുന്ന ഷൈനിയുടെ അച്ഛൻ ഇതിനകത്ത് പ്രതിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലും ആരോപണങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില വോയിസ് ക്ലിപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. എന്തായിരുന്നാലും അത് ഒന്നൊന്നായിട്ട് നോക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതിനകത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ മറയ്ക്കാനും മാറ്റം വരുത്താനും ആൾക്കാർ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. ഈ കഥ മൊത്തത്തിൽ മാറുന്നു, അതിൻ്റെ ചിത്രം മൊത്തത്തിൽ മാറുന്നു എന്നുള്ള കാര്യമാണ്. ആദ്യം നമ്മുടെ ഈ ഒരു അച്ഛൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. അത് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് കേട്ടതിന് ശേഷം ബാക്കി നോക്കാം. റിപ്പോർട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ്, കാരിത്താസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദമില്ല. 10 വർഷമായിട്ട് ആക്കാൻ പറ്റില്ല, 1 വർഷം ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കാൻ പറഞ്ഞു കാണണം. പക്ഷേ നേഴ്സിംഗ് അച്ഛൻ്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട്. ഇടവേലുകാരി ആ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന പാസ്റ്റൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ്. അതിന്റെ ലെറ്റർ കിട്ടിയതുകൊണ്ട് പാസ്റ്റൽ കെയറിൽ നേഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത്. അത് ശമ്പളത്തോട് കൂടി ജോലിയായിരുന്നു, കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് കുടുംബ പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയുള്ള അവസരം കൂടിയായിരുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്തം അപ്പനാണ്. അത് പെൺകുട്ടി ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ അച്ഛൻ പറയുന്നൊരു കാര്യത്തിനകത്ത് ഒരു ഗുരുതരമായ ഒരു കാര്യമുണ്ട്. അതായത് പെൺകുട്ടിയുടെ അച്ഛൻ വന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. പക്ഷേ ആ സ്ത്രീ, അതായത് ഷൈനി എന്ന് പറയുന്ന ആ സ്ത്രീ, അവർ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മുമ്പിലും അവർ ചോദിച്ചത് ഒരു ജോലിയായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവും ആരുമില്ലാത്തപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഓടുകയായിരുന്നു. ഓരോ ഹോസ്പിറ്റലുകളിലും അവരുടെ ഈ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കിടന്ന് അവർ ഓടിയിരുന്നു. അപ്പോഴൊന്നും നോക്കാത്ത അവർ പിന്നെ അവരുടെ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം, ആ വീട്ടിലെത്തിയതിന് ശേഷം അവരുടെ അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു രീതിയും മറ്റുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ അതിശയിച്ചു. ഇത് ഇങ്ങനെയൊക്കെയാണോ ഒരാളുടെ കൊച്ചുമക്കളും മകളും നഷ്ടപ്പെട്ട ഒരാൾ സംസാരിക്കുന്ന രീതിയാണോ ഇത്? ഇങ്ങനെയാണോ സംസാരിക്കുക എന്നൊക്കെ തോന്നിപ്പോയി. അത് പിന്നാലെ വരാം. ഇവിടെ ആ ഒരു ഇപ്പോൾ അദ്ദേഹം പറയുന്നു ജോലി കാരിറ്റാസ് ഹോസ്പിറ്റലിൽ പോയതും ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ജോലിയുടെ കാര്യത്തിന് വേണ്ട എന്ന് പറഞ്ഞത് ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ദാരുണമായി മരണപ്പെട്ടു പോയ ഷൈനിയുടെ അച്ഛൻ എന്നെന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു കാര്യം ഞെട്ടലാണ്. ഇനി എങ്ങനെയാണ് ഷൈനി ഈ ഒരു ജോലി വേണമെന്നുള്ള കാര്യം അഭ്യർത്ഥിച്ചു എന്നുള്ള കാര്യത്തിൻ്റെ ഒരു വോയിസ് ഞാൻ പ്ലേ ചെയ്യാം. എടീ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടീ, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വിളിക്കൊണ്ട് അറിയാവോ? നീ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറി പോയി നോക്കിയെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ NSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ 1 വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നിർത്തിയിട്ട് ഏഷ്യക്കാട്ട് വല്ല 1 വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, നോർത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മെസ്സേജസ് ഒക്കെ വിടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വേറെ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ ഞാൻ വിശേഷം ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എത്ര നാളായിട്ടും ഒക്കെ. ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് വരുന്നത്. ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് തരാനുള്ള പൈസ അയക്കുക കാണും. എന്താ ചെയ്താന്നറിയത്തില്ല. അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. ഇതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. ഇത്ര നാളെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ വളരെ വൈകാരികമായിട്ട് ആ ഒരു സ്ത്രീ അവർക്കൊരു ജോലി വേണമെന്ന് അവരുടെ സുഹൃത്തിനോട് ചോദിക്കുന്നൊരു വോയിസ് ക്ലിപ്പാണ്. ആ വോയിസ് ക്ലിപ്പിൻ്റെ അകത്ത് അവരുടെ ദീനതയും അവസ്ഥയും ഗതികേടും ഒക്കെ അവർ പറയുന്നത് അവരുടെ സ്വന്തം വീട്ടിൽ നിന്നിട്ടാണ്. അഥവാ അച്ഛനും അമ്മയും അടങ്ങുന്ന ആ കുടുംബത്തിൻ്റെ അകത്ത് നിന്നാണ് അവരൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നൊരു കാര്യം. മറ്റൊരാളോട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പിന്നെ ആ ഭർത്താവിൻ്റെ കാര്യം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുവരെ അവർ നോട്ടീസും മറ്റുള്ള കാര്യങ്ങളും നൽകുന്നില്ല, നീട്ടി കൊണ്ടുപോകുന്നുള്ള കാര്യം വളരെ ദയനീയമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇനി ഈ അച്ഛൻ പറയുന്ന ബാക്കി കേൾക്കാം. ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാനാണ് പറഞ്ഞത് ഈ ജോലി കിട്ടണോ വേണ്ടതെന്ന്. മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല, കാരണം BSc നേഴ്സിന് കെയറായിട്ട് ജോലി ചെയ്യാൻ വേണ്ട എന്നാണ് അപ്പം പറഞ്ഞത്. എന്നിട്ട് വീടിനടുത്തുള്ള റോസാ മിസ്റ്റിക്ക എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും ഓൾട്ടേജ് ഹോമിൽ ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയിട്ട് ആ ഹോസ്പിറ്റൽ കെയർ ഹോമാണ്, അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു. അതൊരു ഡ്രെയിനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത്. ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി. ആ പെൺകുട്ടിക്ക് മറ്റു കൂടുതലുള്ളവരുടെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി. അപ്പൻ ഇതിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലെ അടച്ചു കളഞ്ഞത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത്. ഇത് അവിടെ നിന്നുള്ള വേർഷനാണ്. ഈ ഓരോരുത്തരും ഓരോ വേർഷനാണല്ലോ പറയുന്നത്. അപ്പം ഞാനിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വസ്തരായിട്ട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഇത് കാരിത്താസ് ആശുപത്രിയുടെ ജോലിയായിട്ടല്ല ബന്ധം. കുടുംബ പ്രശ്നം അവസാനിപ്പിച്ചത് ട്രെയിനിൻ്റെ അടുത്താണ്. ഇനി അതിനുള്ള മാനസികാവസ്ഥ പിടിച്ചിരിക്കാനുള്ള മാനസികാവസ്ഥ പെൺകുട്ടിക്ക് ഇല്ലാന്ന് പറയാൻ പറ്റും. ഇത്രയും നാളും പിടിച്ചു തന്നു.
ഈ പെട്ടെന്നുള്ള പോകത്ത് തലേദിവസത്തെ പ്രശ്നത്തിന് പേരിലാണ് ഇത് പോലീസ് ശരിക്കും അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. പോലീസ് അന്വേഷിച്ച് ഈ നാട്ടിലുള്ള കുടുംബ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാർ ഇടപെടരുതെന്നുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അച്ഛന്മാരെന്തിനെ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് പോലീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ തലയിലിരിക്കും. നാളെ എൻ്റെ അടുത്തൊരു കുടുംബ പ്രശ്നമായിട്ട് വന്നു, ഭർത്താവ് തല്ലി എന്ന് പറഞ്ഞ് ഞാനൊരു വാക്കാൽ വരി. ഇദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നതായിരിക്കും, പക്ഷേ അദ്ദേഹം പറയുന്ന ഏകപക്ഷീയമായിട്ട് ഈ സ്ത്രീയുടെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ വ്യക്തിയുടെ കാര്യം ഇപ്പോൾ എന്തായിരുന്നു അന്വേഷണത്തിലാണ് ഇതെല്ലാം തെളിയേണ്ടത്. സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൻ്റെ മാനം കാക്കേണ്ടത് രൂപതയുടെയും മറ്റുള്ള വൈദികരുടെയൊക്കെ മാനം കാക്കേണ്ടതൊക്കെ ഇവർക്ക് എല്ലാവർക്കും അതിൻ്റെ ചുമതലയും അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് അത് കാരണം ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവർക്ക് അവരുടെ സൈഡ് ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോഴാണ് തോന്നിയിട്ടുള്ളത് ഇനി മറ്റേ മാലിന്യ പ്രശ്നത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു, അല്ല എന്തോ ഒരു ഓൾഡ് ഏജ് ഹോമിനെതിരെ എന്തോ സംഭവം ചെയ്തു എന്നൊക്കെ പറഞ്ഞതിന് കാരണമുണ്ടോ കഴമ്പുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒക്കെ നമുക്ക് അറിയില്ല. ഞാൻ നോക്കി ഇത് മറച്ചു വെച്ചെന്ന് വെച്ചാൽ എനിക്കെതിരെ ഇപ്പോൾ പീഡനം വരും, അല്ലെങ്കിൽ കേസ് വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഭാവി പദ്ധതിയിൽ ഞാൻ ചിന്തിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് പോലീസ് പറയാൻ പറയും, പെൺകുട്ടിയെ മാക്സിമം പ്രേരിപ്പിക്കും. ഭർത്താവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയുക, സ്ത്രീപീഡനത്തിന് കേസ് എടുക്കട്ടെ. അമ്മായിമ്മ അടിച്ചിട്ടുണ്ടോ, അല്ലെ അമ്മായിമ്മ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, പോലീസ് പറയുക. അപ്പോൾ സാമാന്യ അച്ഛന്മാരുടെ മേത്തോട്ടുള്ള കയറ്റാൻ തീരും. പോലീസ് വീട്ടിൽ വന്ന് കയറുമ്പോൾ മനസ്സിലാക്കിക്കോളും. പള്ളി എന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുകയും ചെയ്യണം. ഈ രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ കരുത്താസിൽ ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്തെന്നുള്ള ആ വാദമാണ് ഏറ്റവും വലിയ തെറ്റ്. കരുത്താസിൽ അവർ ജോലിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക്. ഈ അച്ഛൻ പറയുന്നതിന് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് യോജിക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വേ ഓഫ് ടോക്കിങ്ങിന് മൊത്തം അവരെ ഈ മറ്റേ അച്ഛൻ്റെ ഈ കുട്ടിയുടെ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ഷൈനിയുടെ അച്ഛൻ്റെയും ആ ഒരു കുടുംബത്തിൻ്റെ തലയിലേക്ക് വച്ച് കെട്ടുക എന്നുള്ള കാര്യം അന്വേഷണത്തിൽ തെളിയാനാണ്. നമുക്കും ആർക്കും ജഡ്ജ്മെൻറ്റ് പറയാൻ നമ്മൾ ആരും ന്യായവിധി നൽകുന്ന എന്താണ് അതിനുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ എങ്കിലും ഇദ്ദേഹം പറയുന്നത് വൺ സൈഡഡ് ആയിട്ടാണ് എനിക്ക് കേൾക്കുന്നത്. പക്ഷേ ഞാൻ ഞെട്ടിയത് ഇതൊന്നുമല്ല, മറ്റൊരു കാര്യം കണ്ടിട്ടാണ്. അത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അത് തന്നെ വനിതാ സെറ്റിലും വരുവാൻ തൊടുപുഴ സ്റ്റേഷനും പറഞ്ഞിട്ട് പോകുന്ന ഷൈനി അന്ന് എന്താണ് അച്ഛനോട് പറഞ്ഞത്, അന്ന് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ഷൈനി എല്ലാം വിളിച്ചു പറഞ്ഞേ. കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു? ഷൈനി പ്രതികരണ ശേഷി ഇല്ലാന്നല്ലേ അവർക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം. അത് അവിടെ ജീവിതത്തിലുള്ള ഒരു പാവമായിരുന്നു, ആരോടൊന്നും പറയില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ഈ വഴി ചവിട്ടെല്ലാം കൂടെ കിട്ടിയിട്ട് അത് ഏറ്റുമാനൂർ സ്റ്റേഷനിലെ ഡോക്ടറുടെ ഇൻറ്റിമേഷനൊക്കെ അങ്ങ് പോയതാണ്. അത് ഡോക്ടർ എഴുതിയിരിക്കുന്നത് എന്നാന്ന് എനിക്കറിയത്തില്ല. അഡ്മിറ്റ് ആയില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഏറ്റുമാനൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, ഗുളികയെല്ലാം കൊടുത്ത് ഓയിൻമെൻറ്റ് കൊടുത്തു വിട്ടായിരുന്നു. ഡോക്ടർ കുറേ ദിവസം ഉണ്ടായിരുന്നു, മേലായിരുന്നു. പക്ഷെ അത് അതിനു മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട് അവർ പോയില്ല. അതിന് ഉണ്ടായിരുന്നു. ഇവിടെ ഇദ്ദേഹം പറയുന്നത് അവരുടെ നിന്ന് ഇറക്കി വിട്ടു, നട്ടപ്പാതിരാത്രിക്ക് ഇറക്കി വിട്ടതിന് ശേഷം ഇദ്ദേഹം പോയി വിളിച്ചുകൊണ്ട് വന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ്, ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിന് എവിഡൻസ് ആയിട്ട് നമ്മുടെ സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലയിൻറ്റ്, വനിതാ സെല്ലിൽ കൊടുത്ത കംപ്ലയിൻറ്റ് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജ്, സംസാര ശൈലി, രീതിയൊക്കെയാണ് സംശയിപ്പിക്കുന്നതും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ചില ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ചില ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ഗതികെട്ട അവസ്ഥയില്ലാത്ത പോലും അവരിങ്ങനെ സംസാരിക്കും. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഇത്രയും കൊടിയമായ രീതിയിൽ മരണപ്പെട്ടു പോയ ഒരു മകളും ചെറുമക്കളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം, ആ ഒരു സംഭവം വളരെ ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴും അത് ഇങ്ങനെ സംസാരിക്കാനൊക്കെ കഴിയുന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ചില നമ്മുടെ ഈ ഹ്യൂമൻസ് ബിഹേവിയേഴ്സിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, മേ ബി, അറിയില്ല. ഈ സ്ത്രീധനം ചോദിച്ച പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? സ്ത്രീധനത്തിൻ്റെ പ്രശ്നമല്ല, അവനെന്തോ എനിക്കറിയത്തില്ല, അവളെ ഇഷ്ടമില്ല, ഞാൻ എന്നെ കൊണ്ട് കൊടുക്കാമെന്ന് കൊടുക്കാം. എങ്ങനെയാണ് അപ്പോൾ ഈ കല്യാണം നടന്നത്? കല്യാണം നടന്നു, അവർ അറേഞ്ച് മാറ്റിയില്ല. അല്ല, അതൊരു നല്ല റിലവൻ്റ് ചോദ്യം. ആ ചോദ്യം എന്തറിയാമോ, ഇതെങ്ങനെയാണ് കല്യാണം നടന്നത്? അത് ഞങ്ങൾ നടത്തി കൊടുത്തതാണ്. അതിനുശേഷം വന്ന പ്രശ്നങ്ങളെല്ലാം ഇടി കൊടുക്കുന്നു എന്ന എല്ലാം അവൻ്റെ കുറ്റം. ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഈ കാലഘട്ടത്തിലുള്ള പിള്ളേരോട് ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ അച്ഛനും അമ്മമാർ കേൾക്കുന്നെങ്കിൽ അവരുടെ അടുത്തും കൂടെ ഒരു കാര്യം പറയാം. നിങ്ങളുടെ മക്കൾ വളർന്നു വന്നു കഴിഞ്ഞാൽ അവരെ കുറച്ച് കാലം അവരുടെ സ്വന്തം കാര്യം നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് എസ്പെഷ്യലി പെൺകുട്ടികൾ, ആൺകുട്ടികളാണെങ്കിലും അവർ ജോലി നേടണം. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ നഷ്ടപ്പെടുത്താതെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായതിനു ശേഷം മാത്രം കെട്ടിക്കൊടുക്കുക. ഇവിടെ ഈ ഒരു അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, അയാൾ അവരുടെ തലയിൽ നിന്നുള്ള ഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരുത്തൻ്റെ കയ്യിലേക്ക് പെണ്ണിനെ പിടിച്ചു കൊടുത്തു. ആ കുട്ടിയുടെ ലൈഫ് മൊത്തം കിടന്ന് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ആ വീട്ടിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ അടിമപ്പണിയും ചെയ്ത് ജോലിയും ചെയ്ത് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ട് അവിടെ നിന്ന് പാതിരാത്രി പോയി ഈ അച്ഛനും തന്നെ വിളിച്ചുകൊണ്ട് വന്ന് സ്വന്തം വീട്ടിൽ കൊണ്ട് കയറ്റിയിട്ട് അവർക്ക് കിട്ടാനുള്ള ജോലി നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നു. അതൊക്കെ ആരോപണങ്ങളാണ്, സത്യമാണെന്ന് നമുക്ക് അറിയത്തൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മോന്ത നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു
മാതാപിതാക്കൾ സ്വന്തം തലയിൽ നിന്ന് മക്കളെ അങ്ങ് ഒഴിവാക്കി അങ്ങ് വിട്ടതുപോലത്തെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വന്തം കാലം നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സ്വന്തം കാലത്തിനല്ലാതെ നിൽക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളിൽ ആശ്രയിക്കുന്ന രീതിയിൽ, മറ്റൊരാളെ ആശ്രയിക്കാത്ത രീതിയിൽ എത്തി ഒരു ജോലിയൊക്കെ സമ്പാദിച്ചതിന് ശേഷം മാത്രം, അതും ഒരു പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുമായിട്ട് കുറേ നാളെങ്കിലും നല്ല പരിചയമുള്ള ആൾക്കാരിൽ നിന്നും ഒരു പങ്കാളിയെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഉണ്ടാകുന്ന കല്യാണങ്ങളിൽ 90% പരാജയം, ഒളിച്ചോടുന്ന സംഭവങ്ങളിനകത്ത് 90% പരാജയം. അതുകൊണ്ട് എന്ത് വേണോ പരാജയം സംഭവിക്കുക, എന്നാലും അതിന് നമുക്ക് ഒരു നിമിഷം കൊണ്ട് കണ്ട വ്യക്തിയെ പെട്ടെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കല്യാണങ്ങൾ നടന്ന് ഒരുപാട് കൊലപാതകങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്കൊന്നും ഈ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ. ഇൻഷുറൻസ് എടുത്തിരുന്നു പറഞ്ഞാൽ അവൾ, അതായത് അവിടെ കെട്ടിച്ച് വിട്ടിയെന്ന് പോലെ ഞാൻ ജൂൺ 9-ാം തീയതി കൂട്ടിക്കൊണ്ട് പോരുന്ന വരെയുള്ള ഒരു 150 പേജിൻ്റെ പേപ്പർ ഇവിടെ വന്നു കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് എഴുതിയിട്ട് കൊടുത്തത് ഞാൻ ഫാമിലി കോർട്ടിൽ കൊടുത്തിരിക്കുന്ന വക്കീൽ കൈവശമുണ്ട്. ഇൻഷുറൻസ് അല്ല, അവൾ അന്ന് മുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തും അതുകൊണ്ട് ഇൻഷുറൻസ് ഇവളെ കൊണ്ട് ഇവിടെ പേരിലെടുത്തിട്ട് അവൻ നോമിനിയായിട്ട് 3 പ്രാവശ്യം അവൻ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസിന് കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞ് മൊഴി ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ആ പോലീസ് അവിടെ തൊടുപുഴയും കൊടുത്തിരിക്കുന്ന, ബാക്കി എഴുതി വക്കീലിനും കൊടുത്തിരിക്കുന്ന. നിയമത്തിൽ വിശ്വാസമുണ്ട്? നിയമത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, നീതി കിട്ടുമെന്ന് ഓർത്തിരിക്കും. ഇതെല്ലാം നിങ്ങളിപ്പോൾ കുടുംബശ്രീ അത് ഇവിടെ ഇദ്ദേഹം പറയുന്നൊരു കാര്യത്തിൻ്റെ അത് ഇദ്ദേഹത്തിൻ്റെ സംസാര ശൈലി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയൊരു കാര്യമൊക്കെ പറയുന്നത്. നമുക്കത് വിശ്വസിക്കാതിരിക്കാനുള്ളൊരു കാരണങ്ങളൊന്നുമില്ല, വിശ്വസിക്കാൻ ഉള്ള സംഭവമുണ്ട്. പക്ഷെ നിലവിൽ ഈ പള്ളിയിലച്ഛനെതിരെയും മറ്റുള്ള പല ആൾക്കാർക്കെതിരെയും വന്നേക്കുന്ന ഒരു കാര്യം, ആ ഒരു മാസമായിട്ടുള്ള ജനങ്ങളുടെ ഒരു ഇളകൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ തലയിൽ കൊണ്ടിടുന്നത് പോലെയൊക്കെയാണ് മറ്റേ അച്ഛൻ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നിയത്. അത് അത്ര വിശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ആ പുള്ളിയുടെ വർത്തമാനം വൺ സൈഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ പുള്ളിക്കാരൻ പറയുന്നത് ജസ്റ്റിസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഒരാളുടെ തലയിൽ കെട്ടിയങ്ങ് വെച്ചു കൊടുത്തു, അയാളുടെ ലൈഫ്, ആ കുട്ടിയുടെ ലൈഫ് നഷ്ടപ്പെട്ടു. ഓക്കെ, തരുന്നത് ഞാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് എൻ്റെ പിള്ളേർ ചെലവിനായിരുന്നു. ഇപ്പോൾ ഈ 9 മാസവും പിള്ളേർ 3 പേരും കൂടിയാണ്. ഈ നോബി പറഞ്ഞത്, നോബി 3 ലക്ഷം രൂപ നിങ്ങളത് പിന്നെ നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ അവിടെ നിന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചിലവാക്കി. അതങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കാം? അവിടെയല്ലേ ഏറ്റവും വലിയ തെറ്റ്. അയൽക്കൂട്ടംകാർ പറഞ്ഞാൽ അവിടെ തന്നെ ചിലവാക്കിയാണ്. ഇവിടെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ലല്ലോ. ഒരു 50 കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് 5000 എന്നോട് മേടിച്ചോണ്ട് പോയത്. ഉണക്കപ്പ അവരുടെ പറയാം അവിടെ നിന്ന് കപ്പ ഇവിടെ കൊണ്ടുവന്നില്ല. അപ്പോൾ അല്ലാതെ അവരുടെ പൈസയ്ക്ക് എനിക്ക് ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. ഇവിടെ മക്കൾ വന്നിട്ട് അവർ ഇന്നലെ വൈകിട്ട് ഒന്ന് വെളുപ്പിനായിട്ട് പോയി. അവരുടെയൊക്കെ എമർജൻസി ലീവ് എടുത്ത് പോകുന്നവരല്ലേ, അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അതിന് ഞാൻ ഇന്നലെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുവരെ അവർക്ക് സ്കാൻ ചെയ്തെടുത്തു. ഈ ജോലി കിട്ടാത്ത കാര്യം ഇവരുടെ ഈ മരണപ്പെട്ടു പോയവരുടെ സഹോദരങ്ങളൊക്കെ നാട്ടിൽ വന്നിട്ട് അവർ എമർജൻസിക്ക് വന്നിട്ട് തിരിച്ച് അവരുടെ ജോലിയിലേക്ക് പോയി എന്നുള്ള കാര്യമാണ്. നമുക്കതിനൊന്നും അവരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. ഓരോരുത്തർ ഓരോ രാജ്യത്തൊക്കെ ഇരുന്ന് ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്നെന്ന് പറയുമ്പോഴേക്കും എമർജൻസി ലീവിന് ഒരുപാട് സ്ട്രഗിൾസൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ, എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു മിസ്മാച്ചുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സീരിയസ്ലി ഒരു സുഖകരമല്ല കാര്യങ്ങൾ അത്ര. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലയിടത്തും ജോലി അന്വേഷിച്ച ഞാനും കൂടെ കൂടിയല്ലേ പോയി എല്ലായിടത്തും പോയത്. വലിയ 10-12 ആശുപത്രി. പക്ഷേ അതിന് കുറ്റക്കാരൻ നമ്മളല്ലേ, ഗ്യാപ്പാണ്, 10-12 വർഷത്തെ ഗ്യാപ്പാണ് കൊച്ചിന്. അപ്പോൾ അതുകൊണ്ട് ആരും കൊടുക്കില്ല. നിയമാനുസൃതം അവർക്ക് കൊടുക്കാൻ പാടില്ല. മെഡിക്കൽ എത്തിക്സ് വെച്ചിട്ട് ജോലി കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മളിങ്ങനെ തപ്പി വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി RNN ക്ലബ്സ് അവിടെ ഓൺലൈനിൽ കൂടെ എവിടെയിരുന്ന് കാശ് കൊടുക്കുമ്പോൾ ആംഗ്ലമാർ മുടക്കിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പഠിച്ച് തീർന്നിട്ട് ഇത് വീണ്ടും റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇനി ലാസ്റ്റ് പിന്നെ ബോംബെയിൽ എവിടെയെങ്കിലും പോയേക്കാം എന്നോർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കാൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ? ഇവിടെ ഒന്നും നടന്നില്ല. ഞാനിന്ന് ഹോളി ക്രോസിലെ പ്രിൻസിപ്പാളിനെ വരെ വിളിച്ച് ചോദിച്ച മനുഷ്യൻ. അല്ല, ഫോണിൽ കൂടെ വിളിച്ചായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിലില്ല. അത് ആരുടെ കയ്യിലാണെന്ന് എനിക്കറിയത്തില്ല. പോലീസ് അപ്പം ഇപ്പം ഇവിടെ പരിങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ വെച്ച് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങൾ വന്ന സമയം മുതൽ അണ്ണൻ പരിങ്ങി കളിക്കുന്നുണ്ട്. എന്തൊക്കെയോ സംതിങ് ഈ വീട്ടിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, ഇത് അന്വേഷണ സംഘവും പോലീസും ഒക്കെയാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ സംതിങ് ഇവിടെ ഒരു ചെറിയൊരു സസ്പീഷ്യസ് ആയിട്ട് ഇല്ല. എൻ്റെ കയ്യിലില്ല. വേണം. പിന്നെ അല്ല, എൻ്റെ കയ്യിലേക്ക് ഫോൺ വേണമെന്ന് ചോദിച്ചാൽ പോലീസിനോ അന്വേഷണക്കാർക്കോ അത് ആവശ്യമാണെങ്കിൽ അവരുടെ ഇരുന്നിട്ടല്ലേ ഫോൺ നിലവിൽ കാണും. പിന്നെ അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഈ മോളുമാരി ഇവിടെ വന്നിട്ട് എങ്ങനെ അറിയോ? ഫോണുണ്ട്, ഫോൺ എവിടെയാണെന്ന് അറിയത്തില്ല. ഇത് കളി വേറെയാ. സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം, ആ സ്ത്രീ ആ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ആ റെയിൽവേ പാളത്തിൽ, എനിക്കൊക്കെ ആണെങ്കിൽ അത് ദൂരെ നിന്ന് വരുന്ന സമയം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നെഞ്ചി പടയും. ആ കുട്ടികളെയും വെച്ചുകൊണ്ട് ആ ഒരു റെയിൽവേ ക്രോസിൻ്റെ അകത്ത് പോയി ജീവൻ അവസാനിപ്പിക്കണമെങ്കിൽ ഈ തന്തയടക്കം എല്ലാവരും ഇതിനകത്ത് എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ഒരു സംശയം വേണ്ട. ആദ്യം സംസാരിച്ചപ്പോൾ അയാളുടെ സംസാരത്തിൻ്റെ അകത്തൊക്കെ എനിക്കൊരു ഇത് തോന്നി. പക്ഷേ
ലാസ്റ്റ് വന്നപ്പോൾ പുള്ളി എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നത് പോലത്തെ ഒരു പരിപാടി വന്നിട്ടുണ്ട്. മേ ബി ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഈ ഒരു കേസ് താഴെ പോയി കളഞ്ഞേക്കാം. ബട്ട് നീതി എന്നുള്ളൊരു സാധനം വേറൊരിടത്ത് നടപ്പാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ജഡ്ജിമെൻറ്റ് ഓക്കെ. ഒരാൾക്ക് 3 കൊച്ച്, ഒരാൾക്ക് 2 കൊച്ച്, മറ്റോ ഒരു കൊച്ച്, അതുങ്ങളെയൊക്കെ അവിടെ ആക്കിച്ച് പോന്ന ഒരു വയസ്സൊക്കെ ഉള്ളത്. ഷൈനിയുടെ മക്കളുടെ ഷൈനിയുടെ മക്കൾ ഒരു കുഴപ്പമില്ല, പക്ഷേ ഇവർ പുറത്തോട്ടൊന്നും കാണിച്ചില്ല. അതാ അവരുടെ ഉള്ളിലുള്ളതിന്. മകനോ എല്ലാ വെള്ളിയാഴ്ച ദിവസവും 8:30 മണിയാകുമ്പോൾ അവന് ഫോൺ കൊടുക്കുമ്പോൾ 5 മിനിറ്റ് അങ്ങോട്ടേ ഉള്ളൂ. അതപ്പോൾ പലർക്കും വിളിക്കണ്ടേ. 5 മിനിറ്റ് ഇവിടെ വിളിക്കാൻ കിട്ടിയാൽ 2 മിനിറ്റേ കാണുള്ളൂ. അപ്പം ഇപ്പോൾ അമ്മയായിട്ടും അനിയത്തിമാരുമായിട്ട് വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനും കാണും, ഹലോ വെച്ചിട്ട് എന്തിയാ കഞ്ഞി കുടിച്ചോ അത്രയും കൂടി തീരും. എഡ്മിനെ കൊണ്ട് നേരത്തെ പരാതി കൊടുപ്പിച്ചിട്ടുണ്ടല്ലേ ഈ എന്ന് പറയുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. ആ പരാതി എന്നാണ് അല്ല കരിങ്കുന്നം സ്റ്റേഷനിൽ. എന്തായിരുന്നാലും ഈ പുള്ളി പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത്, എന്താ പറയുക, അവിടെ ലീഗലായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്തെന്നുള്ള കാര്യം, അതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. മറിച്ച് ഈ നേരത്തെ പറഞ്ഞ പള്ളിയിലച്ചൻ പറയുന്നത് ഒരു 1 സൈഡായിട്ട് ഇദ്ദേഹത്തിൻ്റെ തലയെ കൊണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഈ ഫോണിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയുമ്പോൾ പപ്പ അടിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ പുറത്ത് വന്ന കാര്യവും അവരുടെ ആ വോയിസ് കേൾക്കുമ്പോഴും ഇതിനകത്ത് നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ആ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരാൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നൊരു തരത്തിലായിരുന്നു. അവരുടെ മക്കളുടെ ചിലവുകൾ നോക്കാനും അവരുടെ സ്വന്തം ചിലവ് നോക്കാനും വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നതുകൊണ്ട് ഇവരൊക്കെ ചിലപ്പോൾ ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. നിന്നെ ഈ പ്രായമായിട്ട് നിന്നെ നോക്കാൻ നമ്മൾക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയാനുള്ള സാഹചര്യം ഉണ്ടാവാം. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ജോലിയും കിട്ടത്തില്ല. മറ്റേ അച്ഛൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ അയാൾ എല്ലാ സ്ഥലങ്ങളിലും വിളിച്ചു പറഞ്ഞ് ജോലി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അയാളാണെങ്കിൽ ഓസ്ട്രേലിയയിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും അയാളെ പോയിച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ഒരു മാസ് പെറ്റീഷനൊക്കെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മറ്റുള്ള അതോറിറ്റിക്കോ എന്തോ. സോ അതും നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിൽ കനത്ത ദുരൂഹതയുണ്ട്. ആ ദുരൂഹത നീക്കി ആ ഒരു കുട്ടികൾക്ക്, എനിക്ക് തോന്നുന്നു ഒരമ്മ വേണമെങ്കിൽ ചിലപ്പോൾ സ്വന്തമായിട്ട് മരിച്ചേക്ക് എൻ്റെ കുട്ടികൾ ആരെങ്കിലും നോക്കുമല്ലോ എന്ന് കരുതിയിട്ട് ആ അമ്മ ആ കുട്ടികളെയും ആരും നോക്കത്തില്ല. അതിനപ്പുറം ആ കുട്ടികളെയും ചിലപ്പോൾ പിച്ച് ചീന്താനുള്ള സാഹചര്യം ആരൊക്കെയോ കഴുകൻ കണ്ണുകളുമായിട്ടൊക്കെ ഉണ്ടെങ്കിലല്ലാതെ ഒരമ്മ ഇങ്ങനെ ചെയ്യത്തില്ല. അത് മാത്രമല്ല, ഒരമ്മയുടെ കൂടെ പോയിട്ട് അമ്മയ്ക്കൊപ്പം നമ്മളും അങ്ങ് അവസാനിച്ചേക്കാൻ തോന്നി ആഹാരം കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറയാനുള്ള സാഹചര്യം ആ കുട്ടികൾക്ക് അതിനുള്ള കുറിച്ച് പ്രായമാണെങ്കിലും ഉണ്ട്. 10-11 വയസ്സാണ്, ശരിയാണ്. എങ്കിലും ചെറുതായിട്ടെങ്കിലും ചിന്തിക്കൂലേ, അമ്മയുടെ അടുത്ത് പറയത്തില്ല അമ്മ നമുക്ക് മരിക്കേണ്ട അമ്മ എന്തെങ്കിലും പറയില്ലേ. അപ്പോൾ ആ കുട്ടികൾക്കും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം മറനീക്കി പുറത്ത് വരുന്നത് വരെ ഈ ഒരു കാര്യം ഏറിൽ നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം, നീതി കിട്ടണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണുന്നത്. ബൈ.